ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാലെന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി സബ് ജയിലിൽ പോയി അമ്മയെ കാണുകയാണ്. ആ സമയം അംബിക പൊട്ടി കരഞ്ഞു പോവാട്ടോ. കരയരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് ഭൂമി. പക്ഷേ ഓരോന്നും പറഞ്ഞു വരുമ്പോൾ കരയാണ്. കാരണം അംബിക മോളോട് ചോദിക്കുന്നുണ്ട്, നീ ഒത്തിരി ക്ഷീണിച്ച് പോയല്ലോ മോളെ, സമയത്തിന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേന്ന്. പിന്നെ നിൻ്റെ ആ മുഖത്തെ പ്രസരിപ്പും സന്തോഷവും ഒക്കെ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ ഭൂമി പറയാം, അതൊക്കെ പോയില്ലേ, അച്ഛൻ ഉള്ളപ്പോഴല്ലേ അമ്മേ, അച്ഛൻ പോയപ്പോൾ എല്ലാം കൊണ്ടുപോയില്ലേ, ഇനി എന്തിനാ അത്, അങ്ങനെ പറയരുത്, ഒരിക്കലും മോള് തളർന്നു പോകരുത്, ആത്മധൈര്യമുള്ള കുട്ടിയാണ് നീ, അതുകൊണ്ട് ഇനി വേണം നേരത്തേനേക്കാളും നല്ല ധൈര്യത്തോടു കൂടി ജീവിക്കാൻ അമ്മയെ പുറത്തിറക്കണ്ടേ നിനക്ക്, അതിനുവേണ്ടി നീ ഇങ്ങനെ നടന്നാൽ മതിയോ, നിനക്ക് ധൈര്യം വേണ്ടേ, അതുപോലെ തന്നെ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച് മിടിക്കായിട്ട് നീ ഇരിക്കണം. പിന്നെ പഴയ ഓർമ്മകളുണ്ടല്ലോ നമ്മുടെ കൂടെ, പിന്നെ അച്ഛൻ്റെ CCTVയും പഴയ വഴിയിൽ വെച്ചത് നിന്ന് പോവുകയും നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളും ഇതൊക്കെ ഓർത്ത് അമ്മയ്ക്കും നല്ല സങ്കടമുണ്ട് ഓരോ കാര്യങ്ങൾ ഓർത്ത്. പക്ഷേ അതൊക്കെ തന്നെയാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ അനുവദിക്കുന്നത്. മോൾ എന്നെ പുറത്തിറക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. പക്ഷേ അതിനു വേണ്ടി നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നീ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന മകൾക്ക് ഒരുപാട് ധൈര്യം കൊടുക്കാൻ കേട്ടോ നമ്മൾ അംബിക. എന്നിട്ടും ചോദിക്കുന്നുണ്ട്, എങ്ങനെ പോകുന്നുണ്ടോ നിൻ്റെ കോഫി ഷോപ്പൊക്കെ? കുഴപ്പമില്ല. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? ലക്ഷ്മി എത്തി അവിടെ ഉണ്ട്. പിന്നെ അവളെ ഒരിക്കലും നീ കൈവിടല്ലേ, അവൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. പിന്നെ അങ്ങനെ ആരും ഇല്ലാതിരുന്ന സമയത്താണ് അച്ചുവേട്ടൻ അവളെ ഞങ്ങളെ കൂടെ ആക്കിയത്. അന്ന് മുതൽ ഞങ്ങൾ തന്നെയാണ് അവൾക്കെല്ലാം. അതുകൊണ്ട് അവളെ നീ ഒറ്റപ്പെടുത്തരുത്, അവളെ കൂടെ ചേർത്ത് വെച്ചോളണം. അറിയാം അമ്മേ, എനിക്ക് ലക്ഷ്മി എത്തി എൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ എന്താ അമ്മേ, അമ്മയ്ക്കൊരു വിഷമം പോലെ, എന്തു പറ്റി? ഒന്നുമില്ല. എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. അപ്പോൾ അംബിക പറയാ, അച്ചുവേട്ടൻ പോകുന്നതിന് മുന്നേ ഒരു രഹസ്യം മോളോട് പറയണമെന്നുണ്ടായിരുന്നു. മോളറിയാത്ത, അച്ഛനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം, അത് എനിക്ക് മോളോട് പറയണം. ഇനി അത് മോൾ അറിയാതിരിക്കാൻ പാടില്ല. എന്താ അമ്മേ ഇത് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് വാർഡൻ ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, സമയമായി, ഇനി സംസാരിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല, സമയം കഴിഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞ് വിരട്ടി വിടുന്നുണ്ട്. അപ്പോൾ പിന്നെ അംബിക പറയാണ്ട്, സാരയില്ല. അപ്പോൾ മോള് ഭൂമിയും പറയണമേ, ഇനി ഞാൻ കാണാൻ വരുമ്പോൾ അമ്മ രഹസ്യം എന്നോട് പറയണം, ഉറപ്പായിട്ടും പറയും എന്നും പറഞ്ഞാണ് അവരന്ന് പിരിയണം കേട്ടോ. തിരിച്ച് നേരെ കോഫി ഷോപ്പിലേക്ക് തന്നെയാണ് വരുന്നത് നമ്മളെ ഭൂമിജ. അപ്പോൾ ആ സമയത്ത് പൂജ എന്ന് പറഞ്ഞൊരു കുട്ടി അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു കോഫി ഷോപ്പിൽ. ലക്ഷ്മി വന്നിരുത്തുന്നുണ്ട്, ചായയൊക്കെ വേണമെന്ന് ചോദിച്ചുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഭൂമിയുടെ ഫ്രണ്ട് തന്നെയാണ് ആ കൊച്ചുകുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഭൂമി അന്വേഷിച്ചാണ് വരുന്നത് കേട്ടോ. ഭൂമിയുടെ വാക്കും വാചകങ്ങളും ഒക്കെ ആ കുട്ടിക്ക് വല്ലാത്ത മനസ്സമാധാനം കൊടുക്കുന്നതാണ്. അവൾക്കൊരു അമ്മയുണ്ട്, സുഖമില്ല, അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കണം, പഠിപ്പ്, പത്രം ഇടുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ജോലി ചെയ്താണ് ആ കുട്ടി അമ്മേനെ നോക്കുന്നത് പോലും. പത്രത്തിലൊരു ഡോക്യുമെൻ്ററി ആ കുട്ടിയെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും ജോലികളൊക്കെ ചെയ്യാൻ പോയിട്ടും പഠിച്ചിട്ടും സ്വന്തം അമ്മേനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള, അങ്ങനെയാണ് നമ്മൾ ഭൂമിയെ അറിയാൻ ഇടപെടുന്നതും അവർ തമ്മിൽ പരിചയമാവുന്നത് കേട്ടോ. അതിനുശേഷം വല്ലപ്പോഴൊക്കെ ആ കുട്ടി ഭൂമിയെ കാണാനായിട്ട് ഇവിടെ വരാറുണ്ട്. ഭൂമിയുടെ നല്ല വാക്കുകൾ കേൾക്കാറുണ്ട്, ഭൂമി കുറച്ച് കാശൊക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ സൗഹൃദം പൊക്കോണ്ടിരുന്നത്. അങ്ങനെ ഭൂമിയെ കാണാനായിട്ടാണ് ആ കുട്ടിയോടെ വരുന്നത്. ആ കുട്ടിയോടെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഭൂമി ഇല്ലാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മിയാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ചായ എല്ലാം കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഭൂമി എന്ത് ചെയ്യുന്നു? അമ്മയെ കാണാൻ സബ് ജയിലിൽ പോയതാണെന്ന് ലക്ഷ്മി പറയാണ്. അത് നന്നായി, പക്ഷേ എന്തായാലും ഇതൊരു വല്ലാത്ത വിചിത്രമായ കേസ് തന്നെ. ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ ഭർത്താവിനെ കൊല്ലുവാന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായം? മൂന്നാമതൊരാൾ ഉണ്ടെന്നറിഞ്ഞിട്ട് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് ലേഡി പോലീസ് അവിടെ നിന്നിട്ട് പറയാട്ടോ. അപ്പോഴത്തേനും അതൊക്കെ ഇവിടെ ഇരിക്കുന്ന CI സാർ, അയ്യോ ചൊറിയാൻ പോലും ഇതൊന്നും കേൾക്കല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ അജയനെ കളിയാക്കി ഇവരെല്ലാവരും പറയാനുണ്ടോ. ലക്ഷ്മിയാണെങ്കിൽ ചായയും കൊണ്ട് CI സാറിൻ്റെ മുറിയിലേക്ക് ചെല്ലാം. അന്നേരം നമ്മുടെ അജയ് ചോദിക്കുന്നുണ്ട്, ഭൂമി ഇതുവരെ പോയിട്ട് തിരിച്ച് വന്നില്ലേ? ഇല്ല, അമ്മയെ കാണാൻ പോയതല്ലേ. പിന്നെ ഭൂമിയെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ, അവൾക്കിപ്പോൾ ഒരു അനാഥത്വം ഉണ്ടല്ലോ, അച്ഛനമ്മയും നഷ്ടപ്പെട്ടല്ലേ, അവൾക്ക് നല്ല വേദനയുണ്ട്, ചേർത്ത് പിടിച്ചോളണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതൊന്നും പോയി ഞാൻ പറഞ്ഞിട്ട് അവളോട് പറഞ്ഞേക്കണ്ട, നിങ്ങൾ പറയുന്നതായിട്ട് പറഞ്ഞാൽ മതി. ശരി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പോകണം കേട്ടോ. അന്നേരം തന്നെ ഭൂമി തിരിച്ച് വരാണ്. വന്നോടനെ തന്നെ ലക്ഷ്മി ഓടിപ്പോയി ചോദിക്കുന്നുണ്ട്, കണ്ടോ അമ്മേനെ? കണ്ടു. എന്തായി? എന്താവാൻ? അപ്പോൾ ധൈര്യം സംഭരിച്ചാൽ ഞാൻ അങ്ങോട്ട് പോയത്, പക്ഷേ എന്ത് ചെയ്യാൻ, പൊട്ടിപ്പോയി, രണ്ടുപേരും കരഞ്ഞു പോയി. അമ്മയുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ എനിക്കും ആയില്ല, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ അമ്മയ്ക്കും ആയില്ല. എന്തൊക്കെയായാലും എൻ്റെ അമ്മ എത്രയും വേഗം പുറത്തെടുക്കണം ലക്ഷ്മിച്ച്, അല്ലാതെ കഴിയില്ല, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. പാവം എൻ്റെ അമ്മ, എനിക്ക് അവിടെ കിടക്കണ കണ്ടിട്ട് താങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, അതെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് ചായ കൊടുക്കാനായിട്ട് പോയിരുന്നേ. അന്നേരം CI സാറിന് നിന്നോട് ചെറിയ ഒരു അനുകമ്പയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അനുകമ്പ? പിന്നെ തന്നെ എൻ്റെ കൂടെ പറയുകയാണേ, നിന്നെ നല്ലപോലെ നോക്കിക്കോണം,
നിന്നെ ഒറ്റയ്ക്കിരിക്കാനൊന്നും അനുവദിക്കരുതെന്ന്. എന്നിട്ട് കൂടെ പറയാം ഞാൻ പറഞ്ഞതായിട്ട് പറയണ്ടെന്ന്. അത് ശരി. അവർ ചില സമയത്ത് അങ്ങേര് വെള്ള അലുവയാണ്, ചില സമയത്താണെങ്കിൽ കാഞ്ഞിരം ഗുരുവാണ്. അതാണ് സ്വഭാവം. പ്രത്യേകിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, എപ്പോൾ വേണമെങ്കിലും മാറും. അതെ, പിന്നെ പുന്നെ കാണാനായിട്ട് പൂജ വന്നിരിപ്പുണ്ട് കേട്ടോ. ആണോ? പൂജ ദേ, അവളെ നിനക്ക് എങ്ങനെയാടി പരിചയം? പരിചയം ഇല്ലേ, ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. അങ്ങനെ പൂജേനെ പോയി കാണാണ്. പൂജയാണെങ്കിൽ അമ്മയുടെ വിശേഷങ്ങളെല്ലാം തിരക്കുക കേട്ടോ. പൂജയോട് അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ തന്നെ പൂജ തിരിച്ച് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ ആരോരും അല്ലല്ലോ ഞാൻ, പിന്നെ എന്തിനാ ചേച്ചി എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നതെന്ന്. കാരണം അമ്മയെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. അമ്മയും അച്ഛനും ഇല്ലാത്ത കാലം വരുമ്പോഴേ നമ്മൾ അവരുടെ വില മനസ്സിലാക്കുള്ളൂ മോളെ എന്ന് പറയുമ്പോഴാണ് ഈ കുട്ടി ഇത് ചോദിക്കണേ. അപ്പോഴാണ് ഭൂമി പറയുന്നത്, ആരെങ്കിലുമൊക്കെ ആവണോ മോളെ, കരുതലും സ്നേഹവും കിട്ടണമെങ്കിൽ? അങ്ങനെയൊന്നുമില്ല, നീ നല്ല കുട്ടിയല്ലേ, നീ ജോലി ചെയ്ത് നിൻ്റെ അമ്മയെ നോക്കുന്നു, പഠിക്കുന്നു, അത്രയൊക്കെ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് സാധാരണ പോലെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നല്ല പോലെ അമ്മയെ നോക്കണം എന്ന്. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്, നീ നല്ലൊരു കുട്ടിയാണ് എന്നും പറഞ്ഞപ്പോൾ അതുപോലെ കുറച്ച് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടി അത് വാങ്ങുന്നില്ല. ചേച്ചി, ഞാൻ ഇവിടെ വരുന്നത് എന്തിനെന്നറിയോ, ചേച്ചിയുടെ ആശ്വാസ വാക്കുകൾ കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ്, എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടും, അത് മാത്രമാണ്, ചേച്ചിയുടെ സ്നേഹവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അല്ലാതെ കാശിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഭൂമി പറയാം, എൻ്റെ മോളെ സാരമില്ല, ഈ തരുന്ന കാശ് ചേച്ചിയുടെ സ്നേഹമാണ്, അതങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൈ തുറന്ന് ആ പൈസ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കുട്ടി അവിടുന്ന് പോവാട്ടോ. അന്നേരം ലക്ഷ്മി ചോദിക്കുകയാണ് വീണ്ടും, എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് ആ കുട്ടിയെ പരിചയമെന്ന്. അപ്പോഴാണ് ഈ പത്രത്തിൽ ഡോക്യുമെൻ്ററി വന്ന കാര്യവും ഈ കുട്ടി അമ്മയെ സുഖമില്ലാതെ കിടക്കുന്ന അമ്മേനെ ഈ കുട്ടി തന്നെയാണ് എല്ലാം നോക്കുന്നത്, വീട്ടിൽ ജോലി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലക്ഷ്മിയോട് പറയട്ടോ. പിന്നെ അന്ന് മുതൽ അവളെയും എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ട് ഞാൻ കാണുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ അജയനാണെങ്കിൽ സത്യൻ്റെ കോള് വരിക കേട്ടോ. ഇവർ ഭവാനി അന്വേഷിച്ച് കുറേ സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടല്ലോ, പക്ഷെ ഭവാനിയെ കണ്ടതില്ല. അപ്പോൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അജയനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ അജയും പറയാണ്ട്, ഞാനും ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചു അമ്മാവ, ഒരു അറിവും കിട്ടുന്നില്ല. എന്നാൽ ഒരു കാര്യം ചെയ്തോ അജയ്, നീ ഇനി ഒരു പരാതിയായിട്ട് തന്നെ എഴുതിക്കോ കേട്ടോ, അപ്പോൾ അന്വേഷണം കുറച്ചുകൂടെ ഊർജ്ജമാക്കാൻ പറ്റുമല്ലോ. ശരി, അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറയണ്ട. മാധവനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കോഫി ഷോപ്പിൽ തന്നെ നമ്മുടെ ഭൂമി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2 ഓഫീസേഴ്സ് വരും കേട്ടോ. ബാങ്കിൽ നിന്നാണ് വരുന്നത്. ലോൺ എടുത്തല്ലേ ഈ കോഫി ഷോപ്പ് നടത്തുന്നത്. അതിൻ്റെ കാശൊക്കെ അടച്ചിട്ട് ഇപ്പോൾ 2 മാസം പെൻഡിങ്ങിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങോട്ട് വന്നത്. അപ്പോൾ അവർ കണ്ട ഉടനെ തന്നെ ഭൂമി ഓടി അങ്ങോട്ട് ചെല്ലാണ്. അവർ പറയേണ്ട, അച്ഛന് മരിച്ച കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു, പക്ഷേ എത്രയൊക്കെ ആയാലും ബാങ്കിന് കണക്കും കാര്യങ്ങളാണല്ലോ വലുത്, അപ്പോൾ അതെന്തായാലും നടത്തിയല്ലേ പറ്റൂ. ഭൂമി പറയണ, സാറ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, 2 മാസം മുടങ്ങിപ്പോയി, ഞാൻ എന്തായാലും അടച്ചോളാം, ഞാൻ കാരണം നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ, ഒന്ന് സമാധാനപ്പെടുത്തി ബാങ്കിൽ നിന്ന് വന്നവരോട് പോവാണ്. അന്നേരം ലക്ഷ്മി വന്ന് ചോദിക്കണേ, എന്താ മോളെ ബാങ്കിൽ നിന്നൊക്കെ ആൾക്കാർ വന്നേക്കണേ? ഒന്നുമില്ല ചേച്ചി, പുതിയ വല്ല ലോണുണ്ടോ, ലോൺ എടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കിനി ലോണൊന്നും വേണ്ട, ഒന്ന് എന്നെ വലിയ കഷ്ടപ്പെട്ട അടയ്ക്കണേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലക്ഷ്മിയോട് പറയാം, ചേച്ചിക്കുള്ള സാലറി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് എടുത്തോണേ മോളെ, എനിക്കിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ കയ്യിൽ അതിരുന്നാൽ ചിലവായി പോവും, അതുകൊണ്ട് കൈയോടെ അത് വാങ്ങിച്ചോ, അതാ നല്ലത് എന്ന് പറയാം. അങ്ങനെ ലക്ഷ്മി ആ കാശെടുക്കാനായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. സൗഭാഗ്യപുരത്താണെങ്കിൽ അനുപമയും സംഗീതയൊക്കെ ഇങ്ങനെ ഭവാനിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നാലും അവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അവരെന്തിനാണ് ഈ ലെറ്റർ എഴുതി വെച്ചിട്ട് പോയതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അനുപമ പറയാനുണ്ട്, അതെ, ഒരു പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധം പിടിച്ചല്ലേ അഞ്ജനേനെ ഇപ്പോൾ അജയനെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കുന്നത്, അത് വേണോ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം തന്നെ അവളെ എഴുതി വെച്ചിട്ട് പോയിക്കണം, കണ്ടില്ലേ, പീഡിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ വല്ല കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലേ ഇത് തന്നെയല്ലേ അവൾ ആവർത്തിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ കേസും കൂട്ടുകാരൊക്കെ നടക്കാനേ നേരം കാണുള്ളൂ, സ്വസ്ഥമായിട്ടുള്ള ജീവിതമൊന്നും കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അനുപമ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഗീത അങ്ങനെ പറയണ, സംഗീത പറഞ്ഞത് എന്നോട് പറഞ്ഞോ ഈ വിവാഹം ഇഷ്ടമല്ല എന്നവർക്ക്? ഇല്ലല്ലോ, അവരവരുടെ കാര്യം നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് അനുപമനെ മാറ്റി വിടുകയാണ് കേട്ടോ സംഗീത. കാരണം അഞ്ജനയെ വിവാഹം കഴിക്കണം എന്നുള്ളത് ഇവരുടെ ഒരു ആഗ്രഹം കൂടെയാണ് അജയ്. അന്നേരം തന്നെ എന്തായാലും ഇവരെന്തിനാണ് ഇങ്ങനെ പോയത്, അമ്മ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാതെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടാവില്ലേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ അവർ. അപ്പോൾ ആ സമയത്ത് തന്നെ സത്യനും മാധവനൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, അന്വേഷിച്ചിട്ട് എന്തായി, എന്തായാലും അവരെ അന്വേഷിച്ച് കണ്ടിട്ടില്ല എന്ന് അവരും പറയണം. ശരി,
അങ്ങനെയാണെങ്കിൽ അനുപമ വലിയമാവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലിയമാമ ഇവരിങ്ങനെ ഇത്രയും പെട്ടെന്ന് ചാടി കയറി പോകുന്നുണ്ടെങ്കിൽ അവരെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്, അതുകൊണ്ട് ഇവർ പേടിച്ചു പോയത്. അത് ശരിയാണ്, എനിക്കും തോന്നുന്നുണ്ട് എന്തോ അവർ മറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് തന്നെ പോകുന്നത്. അപ്പോൾ ഉടനെ അനുപമ പറയാം, അതെ മടിയിൽ കനയില്ലാത്തവർക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ, ഇതിപ്പോൾ അങ്ങനെ എന്തോ തന്നെയെന്ന് ഇവരെല്ലാവരും അങ്ങ് സംശയിക്കുന്നുണ്ട് കേട്ടോ. ഭവാനീനെ എന്തോ ദുരൂഹത അവരിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ കേസിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഒരു പേപ്പറുമായിട്ട് അജയനെ കാണാനായിട്ട് വരാനുണ്ട്. വരുമ്പോൾ തന്നെ അജയ് ചോദിക്കുന്നുണ്ട്, അമ്മയെ കണ്ടിട്ട് എങ്ങനെ, അമ്മയെ കണ്ടോ എന്നെല്ലാം ചോദിച്ച് വിശേഷം പറഞ്ഞിട്ട് ഇരിക്കാൻ പറയാട്ടോ. അപ്പോൾ അഞ്ജന പറയണ, സാറേ എനിക്കൊന്ന് സംസാരിക്കണം. സംസാരിച്ചോളൂ. അത് നേരമാണ് അഞ്ജന പറയണ, സാറേ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തിറക്കിയേ പറ്റൂ, അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സാറിനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്കൊരു കത്ത് അച്ഛൻ്റെ നിന്ന് കിട്ടിയ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു, അതിൽ അച്ഛൻ കൊല ചെയ്യപ്പെടുമെന്നും ഉണ്ടായിരുന്നു. ഈ ഒരു കത്തും കൊണ്ടാണ് ഞാൻ എന്നെ പഠിപ്പിച്ച സാറ്, ക്രിമിനോളജി പഠിപ്പിച്ച ശങ്കരൻ നായർ സാറിൻ്റെ അടുത്തേക്ക് ഞാൻ പോയത്. അവിടെ ചെന്ന് പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിരുന്നു. പോകുന്ന വഴിക്ക് എന്നെ ആരോ ഫോളോ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സാർ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കയ്യിലുള്ള കത്ത് അവരുടെ ലക്ഷ്യമായിരിക്കുമെന്ന്. ഞാനത് വേറൊരു രീതിയിൽ വേറൊരു കത്തെഴുതി ഉറപ്പായിട്ടും ഞാൻ മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഞാൻ ഇല്ലാത്ത സമയം നോക്കി എൻ്റെ മുറിയിൽ കയറി അയാൾ അത് എടുത്തിട്ട് പോയി. പക്ഷേ ആ കത്തിൽ എഴുതിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കടയിൽ വരുന്ന ദാസൻ്റെയും വിജയൻ്റെ കയ്യിൽ അത് കൊടുക്കണം, ശിവൻ്റെയും ദാസൻ്റെയും കയ്യിൽ അത് കൊടുക്കണം, അവരുടെ കയ്യിലാണ് രഹസ്യമുള്ളത്. അച്ഛൻ ആ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരാ കൊലയാളി എന്ന്, അവരുടെ കയ്യിൽ അതിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വഴിതെറ്റിക്കാൻ വേണ്ടി ഞാനൊരു ഫേക്ക് കത്തുണ്ടായിരുന്നു, അതായിരുന്നു അയാൾ എടുത്തുകൊണ്ട് പോയത്. അത് ഇവരുടെ കയ്യിൽ സത്യാവസ്ഥ ഉള്ള കത്തുണ്ടെന്നറിഞ്ഞ് അവർ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ എൻ്റെ തന്നെ ആൾക്കാരാണല്ലോ. പക്ഷേ അന്ന് രാത്രി ഈ കത്തിന് വേണ്ടി അവർ ഡീലിങ്സ് നടത്തി. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഡീലിങ്സ് നടക്കുകയും ഉണ്ടായി. അവർ 10 ലക്ഷം രൂപയാണ് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ അത് കൊടുക്കാൻ തയ്യാറല്ല. 8 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ആ കത്ത് മേടിച്ചോളാം, ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറയാം. ആ സ്ഥലത്ത് അന്ന് രാത്രി ഞാനും ഇവരുടെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു. ആ താഴത്തിനകത്ത് ഉള്ളിൽ വെച്ച് ഒരു സ്ത്രീയാണ് ഞാൻ കണ്ടത് ഈ ഒരു ഡീലിങ്സിൽ. അപ്പോൾ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു സ്ത്രീയാണ് അതിൻ്റെ മെയിൻ ആളാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ എനിക്കത് അന്ന് എനിക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അന്ന് രാത്രി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്താണ് സാറിനെ വഴിയിൽ വെച്ച് കാണുന്നതും തട്ടുകടയിൽ വെച്ച് ഞങ്ങൾ ചായ കുടിക്കുന്നതും. ഓർമ്മയുണ്ടാവും സാറിനെ? കേസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സാറിന് ബാക്കി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ കൂടി സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അജയൻ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. എണീക്കാതെ തന്നോട് പറഞ്ഞാൽ ഭൂമി ആകെ ഞെട്ടിത്തരിച്ച് പേടിച്ച് വിറച്ചു പോകട്ടോ. ഇയാളുടെ ആ ഒരു രീതി, കേസും കൂട്ടവും എല്ലാം തന്നെ പോയി കണ്ടുപിടിച്ചും അന്വേഷിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെയൊക്കെ ആവശ്യം എന്താടി എന്നും ചോദിച്ചും കൊണ്ടാണ് നമ്മുടെ അജയ് ഭൂമിയോട് ചാടി കടിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.